നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവിടെ സേതുവേട്ടനെ പോലെ തന്നോട് കരുതലുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. സേതുവേട്ടൻ ആന്റിയുടെ സ്വഭാവ തനിക്ക് തന്റെ അച്ഛന്റെ. സഹോദരങ്ങളെ സഹായിക്കേണ്ടെന്നോ സ്നേഹിക്കേണ്ടെന്നോ ഞാൻ പറയില്ല. പക്ഷേ അവരിൽ നിന്നൊന്നും എന്തിന് ഒരു ചിരി പോലും തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇവിടിപ്പോ താനിതല്ല ഈ നിമിഷം തന്നെ മറക്കുമെന്ന് എനിക്കറിയാം. കാരണം തനിക്കൊരിക്കലും ഞാൻ ഈ പറഞ്ഞ ഭാവനയാവാൻ പറ്റില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് ഒന്നും ആരോടും കാണിക്കാതിരിക്കുക. എങ്കിലേ തനിക്ക് സമാധാനപരമായ ഒരു ജീവിതം കിട്ടൂ. അപ്പൊ എന്റെ കുടുംബത്തിന് വേണ്ടി ഇതുവരെ ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നല്ലേ സൂര്യ പറയുന്നത്? ഒരിക്കലും അല്ല, ശരിയായിരുന്നു എന്ന് ഞാൻ പറയില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. കയ്യിൽ കാശുണ്ടെങ്കിലേ സ്വന്തം ബന്ധങ്ങൾക്കൊരു വിലയുണ്ടാവും. തന്റെ കയ്യിൽ കാശില്ലാതെയപ്പോ തന്നെ തനിക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഇല്ല സൂര്യ, എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എന്റെ സഹോദരങ്ങൾ എന്റെ കാശ് കണ്ടാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇനി ഒരു പരിഭവം വേണ്ട. ഭാവനയ്ക്ക് ഒരിക്കലും സൂര്യയുടെ പരിഭവം തോന്നില്ല. സൂര്യ, എനിക്ക് എന്തായാലും ഒന്ന് വീട്ടിൽ പോണം. നാളെ തന്നെ പോണം. അപ്പൊ കല്യാണ ഡ്രസ്സൊന്നും എടുക്കണ്ടേ? അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിന് ഇനിയും സമയമുണ്ടല്ലോ. എനിക്ക് ആദ്യം ഒന്ന് വീട്ടിൽ പോണം. ഇനി അതിന്റെ പേരിൽ ഒരു പരിഭവം വേണ്ട. നാളെ തന്നെ പോയേക്കാം. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഗംഭീരമായിട്ടാ ആന്റി അഭിനയിച്ച. ഞാൻ വരെ ഞെട്ടിപ്പോയി. നീ എന്ത് കണ്ടു മോളെ? നോക്കിക്കോ, ഇനി ഞാൻ ഈ അസുഖത്തിന്റെ പേരിലാവും ഭാവന ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പോകുന്നത്. ഭാവന ഇപ്പോഴേ വീട്ടിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആന്റി. എനിക്കറിയാം. ഇപ്പൊ അവളുടെ മനസ്സ് മുഴുവനും തിരുമേനി പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അതിന് ചുവട് പിടിച്ച് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. അവൾ ഇവിടുന്ന് പോയാൽ ഇനി തിരിച്ചു വരരുത് ആന്റി. അതിനുള്ള കളി വേണം നമ്മൾ കളിക്കാൻ. സൂര്യക്ക് അത്ര പെട്ടെന്നൊന്നും ഭാവനയെ പിരിയാൻ പറ്റില്ല മോളെ. ഭാവന പോയാലും അവൻ തിരിച്ചു കൊണ്ടുവരും. കാരണം ഭാവന എന്തുകൊണ്ടാ പോയതെന്ന് അവൻ അറിയുന്നില്ലല്ലോ. ജോത്സ്യം പറഞ്ഞ കാര്യം ഭാവന സൂര്യയോട് പറഞ്ഞാലോ? ഒരിക്കലും പറയില്ല. കാരണം സൂര്യക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞ് നാളെ തന്നെ ഭാവനയെ രജിസ്റ്റർ മാരേജ് ചെയ്യും. നമ്മളിപ്പൊ ചെയ്തതാ ശരി. എന്റെ ഈ അസുഖം തന്നെ അവളെ നല്ലതുപോലെ ചിന്തിപ്പിക്കും. അങ്ങനെ ഓരോ ഡോസ് വീതം അവളുടെ മനസ്സിന് പ്രയാസങ്ങൾ കൊടുത്താൽ നമ്മൾ പോലും അറിയാതെ തന്നെ അവൾ ഇവിടുന്ന് പോവും. പോയാൽ അവൾ ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല ആന്റി. അതെ, അതിനുവേണ്ടി ഭാവനയ്ക്ക് വിഷമം വരത്തക്ക രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഓക്കെ ആന്റി, ഞാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഒന്ന് നോക്കട്ടെ. ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ നാടകം കളിക്കുന്നത് തന്നെ നിനക്കും കൂടി വേണ്ടിയാ. അതെപ്പോഴും ഓർമ്മ വേണം. എല്ലാവരുടെയും കണ്ണിൽ ഞാനിപ്പോ ഒരു പേഷ്യന്റ്. അതുകൊണ്ട് ഒരു സഹതാപം എനിക്ക് കിട്ടും. ഞാനത് വെച്ച് കളിച്ചോളാം. ഭാവനയ്ക്ക് സംശയമൊന്നും തോന്നാനും പാടില്ല ആന്റി. അവളൊരു നേഴ്സാ. ഇതുപോലുള്ള പേഷ്യൻസിനെ കാണുമ്പോ അവൾക്ക് ചിലപ്പോ അറിയാൻ പറ്റും. നീ പറഞ്ഞത് ശരിയാ. ഞാനത് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തോളാം. അതെ, എന്നെ റൂമിൽ കണ്ടില്ലെങ്കിൽ ദേവേട്ടൻ തിരക്കി വരും. ഒന്നാമതേ ഞാനിപ്പോ ഒരു പേഷ്യന്റ് ആണല്ലോ. ആന്റി ചെല്ല്, ഞാനും ആലോചിച്ചും എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്തട്ടെ. ഭാവനയുടെ മനസ്സിനെ നോവിക്കണമെങ്കിൽ സൂര്യക്ക് നോവണം. അതിനെന്താണൊരു വഴി? സൂര്യക്ക് അയൺ ബോക്സിലൂടെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലോ? നാളെ രാവിലെ അതായിരിക്കും എന്റെ ദൗത്യം. ഭരതേട്ട, നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. മെഡിക്കലിനുള്ള ലെറ്റർ വന്ന വിവരം ആദ്യം ഭരതേട്ടൻ ഭാവനേച്ചിയോട് പറയണമായിരുന്നു. ഞാനിവിടെ വന്ന വഴിയൊന്നും മറന്നിട്ടില്ല എഴുതി.
എനിക്കൊരു കാര്യം വന്നപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും ഉണ്ടായില്ല. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ഭരത്തേട്ട കാര്യം? ആരുമില്ലായിരുന്നെങ്കിലും നമ്മൾ ഒന്നായില്ലേ? അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അരുന്ധതി. എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്കല്ലേ അറിയൂ. നമ്മുടെ ബന്ധത്തിന് ആരും ഒരു വിലയും നൽകിയിരുന്നില്ലെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ തന്നെ വിളിച്ചോണ്ട് ഒളിച്ചോടിയത്. അതെന്തായാലും നന്നായി ഭരത്തേട്ട. ഇനി നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. മെഡിക്കലിൻ്റെ പേപ്പർ വരാൻ വേണ്ടി ഞാൻ എത്ര നാൾ കാത്തിരുന്നത് തനിക്കറിയോ? ഇപ്പം തൻ്റെ ഐശ്വര്യം കൊണ്ടാണ് ലെറ്റർ വന്നത്. എന്തായാലും ഭാവനേച്ചിയോട് പറയണമായിരുന്നു. ഭരത്തേട്ട ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് കാണാൻ ഭാവനേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഒരു കൈത്താങ്ങില്ലാതെ ഒരാൾക്കും ഇന്ന് ഒരിടത്തും എത്തിപ്പെടാൻ പറ്റില്ല ഭരത്തേട്ട. ഇവിടെ ഭാവനേച്ചി ഈ കുടുംബത്തിന്റെ മാത്രമല്ല, ഓരോരുത്തർക്കും ഒരു കൈത്താങ്ങായിരുന്നു. മറ്റാരും മറന്നാലും ഭരത്തേട്ടന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവരുത്. ഞാൻ ഇന്നലെ കയറി വന്ന പെണ്ണ, പക്ഷെ ഭാവനേച്ചി അങ്ങനെയല്ല. ഭരത്തേട്ടന്റെ ഒപ്പം ഒരു നിഴൽ പോലെ നിന്നവളാ. ആ ഭാവനേച്ചി ആര് അവോയ്ഡ് ചെയ്താലും ദൈവം പോലും പൊറുക്കില്ല. അപ്പം താനും എന്നെ കുറ്റപ്പെടുത്തുവാണോ? കുറ്റപ്പെടുത്തതല്ല ഭരത്തേട്ടാ. നാളെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കോപം ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഞാൻ ഭാവനേച്ചോട് പറയണമെന്നാണോ താൻ പറയുന്നത്? ഇനിയിപ്പോ വേണ്ട. ഭാവനേച്ചി ഇത് എപ്പോഴും അറിഞ്ഞിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഭരത്തേട്ടൻ ആലോചിച്ചും കണ്ടും വേണം പെരുമാറാൻ. മറ്റുള്ളവരെ പിണക്കിക്കൊണ്ട് നമുക്കിവിടെ ജീവിക്കാനായിട്ട് പാടില്ല. എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. ഒരു കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ ഭാഗ്യം വേണം ഭരത്തേട്ട. ഇന്നത്തെ തലമുറയ്ക്കൊന്നും ആ ഭാഗ്യം കിട്ടാറില്ല. നേര് പറഞ്ഞ ഒറ്റപ്പെടലിന്റെ വേദന നല്ലോണം അറിഞ്ഞവളാ ഞാൻ. ഞാൻ എൻ്റെ വിഷമം കൊണ്ടാ ഓരോന്നും പറയുന്നതും കാണിക്കുന്നതും. ഇനി അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിക്കണം ഭരത്തേട്ട. ഇല്ലെങ്കിൽ എന്നെയല്ലേ എല്ലാവരും പറയൂ ഞാൻ ആ ഭരത്തേട്ടനെ മാറ്റിയെന്നേ പറയൂ. അതൊരിക്കലും പാടില്ല. സോറി അരുന്ധതി, ഞാൻ എങ്ങനെയാ പെട്ടെന്ന് പ്രതികരിക്കും. മുന്നും പിന്നും ഒന്നും അപ്പം ചിന്തിക്കില്ല. ഇനി ഞാൻ ശ്രമിക്കാം. ഓക്കെ ഭരത്തേട്ട, എല്ലാം ശരിയോ? അവന് 10 മിനിറ്റ് ഞാൻ കുളിച്ചിട്ട് വരാം.